ചേച്ചി ചേച്ചി നീ ഇതെന്താ ഇവിടെ? നീ ഇപ്പോ അങ്ങനെ വരാത്തതാണല്ലോ. അല്ല, ഇനി മുറി മാറി കയറിയതാണോ? അർച്ചനയുടെ റൂം അങ്ങ് മുകളിലാ. ചേച്ചി എന്നെ പരിഹസിക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങോട്ട് തന്നെയാ വന്നത്. ചേച്ചിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആണോ? എങ്കിൽ സംസാരിച്ചോ, ഞാൻ കേക്കാം. ചേച്ചി ഇത് എന്ത് വിചാരിച്ച ഓരോന്ന് ചെയ്യുന്നേ? ആ ധനുഷ് ഏത് തരക്കാരനാണെന്നും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ചേച്ചിക്കല്ലേ? അത് പറഞ്ഞു വെച്ചോണ്ട് സ്നേഹയുടെ ജീവിതം കൂടി നശിപ്പിക്കണോ? അതെ, നശിപ്പിക്കണം. അതിനുവേണ്ടിയല്ലേ ഞാനിവിടെ കഴിയുന്നത് തന്നെ. നീ ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ ഇന്ന് സ്നേഹയെ ഉപദേശിക്കാൻ ചെന്നു. അവൾക്കത് ഇഷ്ടമാവാതെ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ആ പരാതി പറയാനല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിനോ? ഞാൻ അവിടെ ചെല്ലുമ്പോ കണ്ട കാഴ്ച എന്താന്ന് ചേച്ചിക്ക് അറിയോ? അത് കണ്ടിട്ട് ഞാൻ വഴക്ക് പറഞ്ഞതിൽ എന്താ തെറ്റ്? അവളെ വഴക്ക് പറയാനും ശാസിക്കാനും നിനക്കെന്ത് യോഗ്യതയുള്ളത്? അല്ല, നീ അവളുടെ ആരാ? ധനുഷ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. അവൻ അവളുടെ മുറിയിൽ ചെന്ന് കാണും, എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചും കാണും. അവരുടെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെന്നത് നീയല്ലേ? നീ ചെല്ലുമ്പോ അവര് തമ്മിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലായിരുന്നെങ്കിൽ തന്നെ നീ മിണ്ടാതെ പോരണായിരുന്നു. അല്ലാതെ വലിയ ഉപദേശിയാവാൻ പോയാ ഇങ്ങനിരിക്കും. ചുരുക്കി പറഞ്ഞ, ധനുഷിന്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത ഒരു വേവലാതി നിനക്ക് വേണ്ട. അതിനർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. ദേ, നീ ആ അർച്ചനയുടെ കൂടെ നടന്ന് എല്ലാവരെയും അങ്ങ് നന്നാക്കി കളയാന്നുള്ളൊരു വിചാരം നിനക്കുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് മാറ്റിയേക്ക്. അവളുടെ ഭ്രാന്ത് കണ്ട് നീയും അതുപോലെ ഇറങ്ങണ്ട. ആർക്കാ ഭ്രാന്തെന്ന് എനിക്കിപ്പോ നല്ല പോലെ മനസ്സിലാവുന്നുണ്ട്. സ്വന്തം അനിയത്തിയോടില്ലാത്ത ആത്മാർത്ഥത എങ്ങനെയാ ഭർത്താവിന്റെ അനിയത്തിയോടുണ്ടാവുന്നെ? താലി കെട്ടിയവനെ മറന്ന് മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ ചുമന്നവൾക്ക് എന്തോ ആവാലോ. ദേ, നീ എന്നെ ഉപദേശിക്കാനായിട്ട് ഇറങ്ങിയതാണോ? സ്നേഹ പോലെ അല്ലാട്ടോ ഞാൻ. നീ എന്നെ കൂടുതൽ ഉപദേശിക്കാനും ഭരിക്കാനും വന്ന അടിച്ച് നിന്റെ കാരണം ഞാൻ പുകയ്ക്കും. അതിനല്ലേ അറിയൂ. അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. നോക്കിക്കോ, സ്നേഹയുടെ ഈ വിവാഹത്തോടെ ചേച്ചിയുടെ നാശം തുടങ്ങുക. നശിച്ച് പോകാൻ ഒരിടവും ഇല്ലാതെ തെണ്ടു എന്റെ ചേച്ചി. ആ ധനുഷ് എന്ന് പറയുന്നവനെ ചേച്ചിയെ ചതിച്ചില്ലെങ്കിൽ എന്റെ പേര് അനഖാന്നല്ല. ഹലോ, ഞാൻ റൂമില. ഫ്രീയാ. ഇപ്പോ വേണോ? ശരി. നീ ചെല്ല്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എന്ത് മീറ്റിംഗ്? ഓഫീസ് കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയണോ? നീ പോവാൻ നോക്ക്.
മീറ്റിംഗ് ഇന്ന് ഞാൻ പൊളിക്കും. തെളിവ് സഹിതം കാണിച്ച് എല്ലാവരോടും എല്ലാ സത്യങ്ങളും ഞാൻ ഇന്ന് പറയും. അത് കലക്കി. അർച്ചനോടൊപ്പം കൂടി അനക്ക് ആളാകെ മാറിപ്പോയി. അനക്ക വന്നപ്പോ നിന്നെ സ്നേഹം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിഷമായിട്ടോ. പിന്നെ നീ ഓരോന്ന് പറയുന്ന ധൈര്യത്തിലാ ഞാനൊക്കെ പോട്ടേന്ന് വെക്കുന്നു. അങ്ങനെ പോട്ടേന്ന് വെക്കണം. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നീ ടെൻഷൻ ആവരുത്. എന്റെ മനസ്സിൽ അന്നും ഇന്നും നീ മാത്രമേ ഉള്ളൂ. നിനക്ക് വിശ്വസിക്കാം. അത് മതി. എന്നാ നീ അധികം നേരം ഇവിടെ നിൽക്കണ്ട. നന്ദൻ കയറി വന്ന് അറിയാലോ. ഓ, നന്ദനൊന്നും വരില്ല. അവൻ പുറത്തു പോകുന്ന കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്ര ദിവസമായി നിന്റെ അടുത്തൊന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട്. അത് ശരിയാ. നിന്നെ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്നേ ഇല്ല. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ എല്ലാം മറന്ന് ഞാൻ പഴയ ധനുഷായി മാറും. എല്ലാം മറന്നു എന്ന് പറയുമ്പോ സ്നേഹം ഉൾപ്പെടെയല്ലേ? അതോ? ഇതാണ് തന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിടയിലേക്ക് ആരും വലിച്ചടിക്കരുതെന്ന്. ഛേ, ഉള്ള മൂടും പോയി. അതെ, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. വേണ്ട, നീ ഒരു കാര്യം ചെയ്യും. എന്റെ മുറിയിലേക്ക് വാ. ഇനി നീ പറഞ്ഞ പോലെ നന്ദനങ്ങൻ കയറി വന്നാലോ? ഓ, അപ്പൊ പേടിയുണ്ട്. അല്ല, പേടിച്ചല്ലേ പറ്റൂ. ഉദ്ദേശങ്ങളൊക്കെ നടക്കണ്ടേ. നീ വേഗം വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ചെല്ല്, ഞാൻ വന്നോളാം. നീ എന്താ നോക്കുന്നത്? ഒന്നുമില്ല. ഇതാണോ? ഞാൻ പഠിപ്പിച്ചു തന്ന ഇമ്മാതിരി ചെപ്പടി വിധികളെല്ലാം എന്റെ നേരെ തന്നെ പ്രയോഗിച്ചു തുടങ്ങിയോ നീ? നിനക്ക് ഞാൻ ഈ വിദ്യയൊക്കെ പഠിപ്പിച്ചു തന്നതേ ഈ കുടുംബത്തെ നശിപ്പിക്കാനാ, അല്ലാതെ എന്നെ നശിപ്പിക്കാനല്ല. മനസ്സിലായോടി?
അച്ഛൻ മുന്നേ ഓങ്ങി വെച്ചതാ. വേണ്ടാന്ന് വെച്ചപ്പോ ചോദിച്ചു വാങ്ങിച്ചു. ഇറങ്ങി പോടി വെളിയില്. ഇറങ്ങി പോവാൻ. ഇനി നീ നിന്നിങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിങ്ങളെ സഹായിക്കാനായിട്ട് ചെയ്തതാ ഏട്ടത്തി. ഇങ്ങനെയൊക്കെ ആവുന്ന കരുതിയില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. ചേച്ചിയും ധനുഷും തമ്മിൽ ബന്ധമുണ്ട്. അത് തെളിയിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അത് എല്ലാവരും അറിയിക്കണം ഏട്ടത്തി. എന്നിട്ട് ഈ വിവാഹം മുടക്കണം. ഒരിക്കലും അത് നടക്കാൻ പാടില്ല. നടക്കില്ല മോളെ. അതിനുവേണ്ടി തന്നെയാ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നതും. നീ ഒന്ന് ശ്രമിച്ചു നോക്കി. അതവർക്ക് മനസ്സിലായി. അങ്ങനെ കരുതിയാൽ മതി. എങ്കിലും ഇതോടെ ശ്രമങ്ങൾ നിർത്തരുത്. എനക്ക് തുടർന്നുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ എല്ലാം നടക്കും. അതെ, നമ്മളെല്ലാവരും കൂടി നല്ലപോലെ ആലോചിച്ച് മുന്നോട്ട് പോണം. അനുപേട്ട പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ആളുകളുണ്ടല്ലോ. ഓരോരുത്തരുടെ ഐഡിയ അവരവര് പറഞ്ഞ സാധ്യതയുള്ളതെന്ന് നോക്കി നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ അനക്ക എന്ത് ചെയ്താലും ഏട്ടത്തി എന്ത് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ സംഭവം പോലെ അനക്ക തൽക്കാലം ഒന്നും ചെയ്യണ്ട. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവന്തികേട്ടത്തിയും ധനുഷും എന്താ സംസാരിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ വിവാഹം വരെയുള്ള കാര്യങ്ങൾ അവരിതിനോടകം പ്ലാൻ ചെയ്ത് കാണുമെന്നാ. അതിൽ സംശയമൊന്നും വേണ്ട സച്ചേട്ടാ. അവര് നേരത്തെ കൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ അവര് ശ്രമിക്കുന്നുമുണ്ട്. അത് പൊളിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതെ, എല്ലാരും സംസാരമൊക്കെ കഴിഞ്ഞോ? വാ, വന്ന് വല്ലതും കഴിച്ചിട്ട് പോ. ദാ വരുന്നമ്മേ. ആ, വാ വാ. അല്ല, നിങ്ങളെന്നെല്ലാവരും പോവാണോ? ആ, പോണം. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെയും നന്ദേട്ടനെയൊന്നും പിരിഞ്ഞിരിക്കാനാവില്ല അനുപേട്ട. തെറ്റിദ്ധാരണ കൊണ്ട് മറ്റെന്തൊക്കെയോ കാണിക്കുന്നു എന്നല്ലാതെ മനസ്സിൽ മറ്റൊന്നും വെച്ച് പെരുമാറില്ല. പറഞ്ഞു മനസ്സിലാക്കാനല്ലേ പറ്റാതുള്ളൂ. നമ്മൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. നമ്മൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിച്ചതിന് ശേഷമുള്ള അച്ഛൻ്റെ നന്ദേട്ടൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. തകർന്നു പോവും സ്നേഹ അടക്കമുള്ളവര്. അത് ഓരോ ദിവസം വൈകും തോറും തകർച്ചയുടെ ആഴവും കൂടും. എൻ്റെ പേടി കൂടുതലും സ്നേഹയുടെ കാര്യത്തിലാണ്. ഇത് നടക്കില്ലെന്ന് എപ്പോഴെങ്കിലും ധനുഷിന് തോന്നിയോ അവളെ അവൻ അപായപ്പെടുത്താൻ നോക്കും. അതുകൊണ്ട് അവനെ പൂട്ടുമ്പോൾ അനങ്ങാൻ പറ്റാത്ത രീതി വേണം പൂട്ടാൻ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു. ധനുഷിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് ചോദിച്ചു. ധനുഷിന്റെ സ്നേഹയുടെയും കാര്യത്തിൽ ആദ്യം നമ്മൾ കാണിച്ച വേഗതയും താല്പര്യവും ഇപ്പോൾ കുറഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മക്കളൊക്കെ എതിരഭിപ്രായം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇനി അവരൊന്നും ആ രീതിയിൽ സംസാരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സംസാരിച്ചാലും ഒരു വഴക്കിലേക്കും പ്രശ്നത്തിലേക്കും പോയി ജ്യോത്സ്യം പറഞ്ഞതുപോലെ കുടുംബം തെറ്റിപ്പിരിയേണ്ട അവസ്ഥയുണ്ടാവരുത്. കാര്യങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ മതി. നീ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ സംസാരിക്കാച്ച.
പക്ഷേ എല്ലാവരുടെയും സമ്മതമൊന്നും വാങ്ങി നമുക്ക് ചെയ്യാനാവത്തില്ലല്ലോ. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനല്ലേ പറ്റൂ. എന്തൊക്കെയോ തെറ്റിദ്ധാരണയിലാണ് അവരൊക്കെ. ആ, ധനുഷും സ്നേഹയും വിവാഹം കഴിഞ്ഞ് നന്നായി ജീവിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ മാറിക്കോളും. എനിക്ക് മറ്റൊന്നുമല്ല അച്ഛാ, ഈ വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് പറയുന്ന ആരും അതിനുള്ള കാരണം പറയുന്നില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് മുഖവിലേക്ക് എടുക്കേണ്ടത്? അത് ചോദിക്കുമ്പോൾ നമ്മളാണ് കുറ്റക്കാരാവുന്നത്. അത് മാത്രമല്ല, ധനുഷിനെ കൂടെ അറിയിച്ചിട്ടാ അവരൊക്കെ ഇത് മുടക്കുമെന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ധനുഷ് ഒരു ജെന്റിൽമാനല്ലേ? അവന് കാണില്ലേ ഒരു വ്യക്തിത്വം? അവന്റെ മുന്നിൽ ഈ വിവാഹത്തിന് വേണ്ടി തർക്കിക്കുകയും വഴക്കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വേണ്ടാന്ന് അവനെങ്ങാനും തോന്നിയ പിന്നെ തീർന്നില്ലല്ല. പിന്നെ സ്നേഹമുള്ള അവസ്ഥ എന്താവും? ഈ എതിർക്കുന്നവർക്ക് അതൊന്നും അറിയാൻ വേണ്ട, അതിനെക്കുറിച്ചൊരു ആലോചനയുമില്ല. നമ്മളെ ഈ കുടുംബത്തിനെ കുറിച്ച് നല്ല മതിപ്പാ അവനും അവന്റെ വീട്ടുകാർക്കും ഒക്കെ. ആ നമ്മൾ തന്നെ പരസ്പരം വെല്ലുവിളികൾ നടത്തുമ്പോൾ അവൻ നമ്മളെയൊക്കെ ഒന്ന് അളക്കില്ലേ? ഈ കാണുന്ന പത്രാസ് മാത്രമേ ഉള്ളെന്ന് അവന് തോന്നിയ എല്ലാവരുടെയും വില എന്താവും? അവന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയേണ്ട സമയം കഴിഞ്ഞു. അവനൊരു പാവമായതുകൊണ്ടും സ്നേഹയോടും നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടുമാണ് ധനുഷ് മറുത്തൊന്നും പറയാത്തത്. അത് നീ പറഞ്ഞത് ശരിയാ. അവൻ അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നതിന് മുമ്പ് ഇത് നടത്തി കൊടുക്കണം നമുക്ക്. നീ സമയം പോലെ ധനുഷിന്റെ വീട് വരെ ഒന്ന് പോകണം. എന്നിട്ട് വിവാഹ നിശ്ചയം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അവരുടെ സൗകര്യം കൂടി നോക്കിയിട്ട് തീയതി കുറിച്ചാൽ മതി. ശരിയച്ച. പിന്നെ ഈ വിവരം എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്ക്. ഇനി ആരെയും അറിയിച്ചില്ല എന്ന് പരാതി വേണ്ടല്ലോ. സന്ദീപേ, മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം വന്ന നമ്മുടെ അടുത്തായിരിക്കില്ല സച്ചിയുടെ പോലീസ് എത്തുന്നത്.